ഈ വരുകൊണ്ടല്ലേ കിടന്ന് കാണിക്കണത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്നാ പറയണ്ട. അങ്ങനെ പറഞ്ഞ ശരിയാവണമെങ്കിൽ എനിക്ക് പറയണം. എന്നാ പറ. നീയാണ് എല്ലാത്തിനും കാരണം. ഞാനാ? എന്തിന്? ഓ, ഒന്നറിയൂലല്ലേ? അന്നറിയണ്ട. അറിയണ്ട. അങ്ങനെ ശരിയാവണമെങ്കിൽ നീ അറിയണം. എന്നാ പറ. ആ, ഞാൻ അമ്മക്കൊരു ഫോൺ വാങ്ങി കൊടുക്കാൻ പോയപ്പോ നീ അല്ലേ ഇത് മുടക്കിയത്? ഈ വയസ്സാങ്കാലത്ത് എന്തിനാണ് നിങ്ങളുടെ അമ്മക്ക്? നിങ്ങളാണ് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ, ഓക്കെ. എന്തിനാണ് നമ്മുടെ അമ്മക്ക് ഫോൺ? മുറുക്കാൻ പാത്രം എടുത്ത് അടച്ചു വെക്കാനാ? അടുക്കളയിൽ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കാനാ? എടി, ഓക്കെ, കൂൾ. ഒരു ഫോണിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തനിക്കറിയാമോ? വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, മെസ്സേജ്, സ്റ്റാറ്റസ്, സ്റ്റോറി, റീൽസ്, പോസ്റ്റ്, ഇതൊക്കെ പോരാഞ്ഞിട്ട് റീഫ്രഷ്, റേഡിയേഷൻ, ബാക്കപ്പ്, വൈറസ്. ഈ പ്രായത്തിൽ അമ്മൻ ഇതിനൊക്കെ വലിച്ചിടണോ? അപ്പൊ അമ്മനോടുള്ള സ്നേഹം കൊണ്ടാണ് നീ വേണ്ട എന്ന് പറഞ്ഞതല്ലേ ഫോൺ? ഞാനെന്താ പൊട്ടനാ? ഫോണിന്റെ ഉള്ളിലല്ലേ വൈറസ്? നിന്റെ ഉള്ളിലാണ് വൈറസ്. അമ്മയ്ക്ക് ഇപ്പൊ ഫോണില്ലെങ്കിൽ എന്താണ് കുഴപ്പം? വേറെ ആർക്കും കുഴപ്പമില്ലേ, എനിക്കാണ് കുഴപ്പം. എന്ത് കുഴപ്പം? നിനക്ക് വാട്സപ്പിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? എനിക്ക് 4. എനിക്ക് 5 ഗ്രൂപ്പ്. അമ്മക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയോ? 6 ഗ്രൂപ്പ്. അമ്മക്ക് ഫോണില്ലാത്തതുകൊണ്ട് 6 ഗ്രൂപ്പിൽ എന്റെ നമ്പറാണ് നീ കൊടുത്തേക്കണത്. അതിനിപ്പോ എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പമെന്നാ? കാലത്തെ തുടങ്ങി മെസ്സേജുകളുടെ ഘോഷയാത്രയാണ്. ക്ലിമ്പിങ് എന്ന് പറഞ്ഞിട്ട് കാലത്തെ തുടങ്ങും മനുഷ്യന്റെ പ്രാന്താക്കാനായിട്ട്. ക്ലിമ്പിംഗ് ആണ് കുഴപ്പമെങ്കിൽ താൻ ആ ക്ലിമ്പിംഗ് അങ്ങോട്ട് മാറ്റി വേറെ ടോണിട്ടോ. ക്ലിമ്പിംഗ് അല്ല പ്രശ്നം, ഈ പറഞ്ഞ മെസ്സേജാണ് പ്രശ്നം. ഒരു ദിവസം 10-300 മെസ്സേജാണ് വന്നത്. ഇതിന്റെ ഇടയിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് 1-2 മെസ്സേജിൽ കിടന്ന് പോട്ടേന്നാ. ഈ 12 മെസ്സേജുകൾ വായിച്ചു വെച്ച് എന്റെ ഒരു ദിവസമാണ് പോണത്. വായിക്കാണ്ടിരുന്നാ പോരെ? അയ്യ, അത് പറ്റൂല. അതെന്താ പറ്റാത്തത്? അത് പറ്റൂലെന്ന് പറഞ്ഞില്ലേ? അതെന്താണ് പറ്റാത്തതെന്ന്? അതെനിക്കൊരു ശീലമായി പോയി. എനിക്ക് എന്റെ ഫോണിൽ എന്ത് വന്നാലും ഞാൻ തുറന്ന് നോക്കുകയും ചെയ്യും, വായിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വേറെയും ഉണ്ട് പ്രശ്നങ്ങള്. എന്ത്? ഇവരുടെ ഗ്രൂപ്പിൽ സാധാ മെസ്സേജുകൾ മാത്രമാണ് ഈ കുഴപ്പമില്ല. കുറെ ഫോർവേഡ് മെസ്സേജുകളാണ് വന്നേക്കണത്. ഇന്നലെ ഒരു മെസ്സേജ് വന്നേക്കണ്, കോഴിക്കോടുള്ള ഒരു കൊച്ചിനെ കാണാനില്ലെന്ന്, 1ാം ക്ലാസ്സിൽ പഠിക്കണത്. അത് 4 വർഷം മുമ്പുള്ള മെസ്സേജാണ്. അതിനെ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് തിരിച്ചു കിട്ടി. ഇവര് ഇപ്പോഴും ഇവിടെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് കൊച്ചിനെ. തനിക്ക് എന്തൊരു ഓർമ്മയിടും? 4 വർഷം മുമ്പുള്ള കൊച്ചി പോയതും കിട്ടിയതൊക്കെ തനിക്ക് എങ്ങനെ അറിയാം? അത് ഓർമ്മയിടൊന്നുമല്ല, ഇവരയക്കണ മെസ്സേജ് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ അയച്ച്. അപ്പോൾ അവിടെ നിന്ന് തെറിയും പറഞ്ഞുണ്ടാവന്മാരാണ് പറഞ്ഞത്, ഇത് മുമ്പത്തെ മെസ്സേജാണ്, നിനക്ക് വല്ല പ്രാന്ത് ഉണ്ടാവുന്നത്. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാവേണേ ഈ 12 ഗ്രൂപ്പിൽ കാരണം. ഒന്നില്ലെങ്കിൽ അമ്മക്കൊരു പുതിയ ഫോൺ വാങ്ങിക്കൊടുക്കണം. അതല്ലേ അമ്മയുടെ ആ ഗ്രൂപ്പിൽ നിന്റെ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ട് നിന്റെ നമ്പർ അങ്ങോട്ട് കയറ്റി കൊടുക്കണം. അത് പറ്റില്ല. എന്നാ ഫോൺ വാങ്ങിക്കൊടുക്കണം. ഏതെങ്കിലും ഒന്ന് നടക്കണം. എന്നൊരു കാര്യം ചെയ്യാം, ഈ ഫോൺ അമ്മക്ക് കൊടുത്തു, ആ പുതിയ ഫോൺ എനിക്ക് തന്നെ. ഏത് പുതിയ ഫോൺ? ഇപ്പൊ അമ്മക്ക് പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കും പറഞ്ഞില്ലേ, ആ ഫോൺ എനിക്ക് തന്നെ. ഇത് അമ്മ കൊടുത്തോ. കൊള്ള, അതിൻ്റെ ഇടയിലല്ലേ എന്തെങ്കിലും ആവട്ടെ, അങ്ങനെങ്കിലും രക്ഷപ്പെടാമല്ലോ. ശരിയെന്നാ. ഹായ്, നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. ഒരു പുതിയ ഫോൺ. ഇത് പഴയ ഫോണല്ലേ അവിടെ? ഇതിന് കവർ ഇട്ടാണെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലായിരുന്നല്ലോ. എന്തായാലും എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി അത് മതിച്ചോ. എനിക്ക് എന്തിനാണ് ഫേസ്ബുക്ക്? അത് ഡിലീറ്റ് ചെയ്തതാണ്. പാവന്റെ അമ്മ. എന്നിട്ടേ ആ ഇൻസ്റ്റാഗ്രാം ഒന്ന് കയറ്റി തന്നെ. എന്റെ അമ്മ ഹൈടെക്കാ.